അവരും നമ്മളെ തിരിച്ചു സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ആ സ്നേഹം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ആ സ്നേഹം നമുക്ക് നൽകുമാറാകട്ടെ. എന്നെക്കാളും പരിചയം നിങ്ങൾക്കില്ലേ? ഞാൻ പത്തനാപുരത്ത് കിടക്കുന്ന എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഖാമിൽ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും ശ്രേഷ്ഠതയും സ്നേഹവും നിങ്ങൾ അനുഭവിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ എന്തുവരാൻ നാം ഇവരെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് ഇന്നത്തെ തലമുറ പഠിക്കാൻ തയ്യാറാകുന്നില്ല. കാര്യം കാണാൻ വേണ്ടി പോവാ, നേരെ പോവുക, മക്കളില്ല, രോഗവ, പട്ടിണിയ, പ്രശ്നമാ, പ്രയാസവ, കാര്യം കാണാൻ വേണ്ടി പോകുന്നൊരവസ്ഥ. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുക, അല്ലാതെ ബഹുമാനം അതിനൊന്നുമില്ല. അങ്ങോട്ട് ചെന്നിട്ട് അവനവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി മാത്രം പോകുന്നു, അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ ആ കിടക്കുന്നവരുടെ വലുപ്പവും മഹത്വവും ആർക്കറിയാം? ഞാൻ ചോദിക്കുന്നത്, ഈ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും നമ്മളിൽ എത്ര പേർക്കറിയാം? നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ തമാശ പറയുന്നത് ആ മക്കാമിനകത്ത് കയറിയെന്നിട്ടാ. നമ്മൾ തമാശ പറയുന്നില്ലേ? നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ലേ? നമുക്ക് കളിയും തമാശയും. നമ്മൾ ഈ മക്കാമിൻ്റെ ചുറ്റുഭാഗത്ത് വന്ന് നിന്നിട്ട് നമ്മൾ തമാശ പറയും. ഫോൺ വിളിക്കുന്നത് ക്ഷീണം, അതുകൊണ്ട് ഉടനെ മക്കാമിൻ്റെ മുമ്പിൽ സ്റ്റെപ്പിൽ ചാരി ഇരുന്നിട്ടാ ഫോൺ വിളിക്കുന്നത്. എവിടെ ഇരുന്നിട്ട്? നീ ഒന്നുമില്ലെങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്കത് ഖബറല്ലേ സഹോദര. അതാ ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കല്ലേ എന്ന്. എടോ, ഈ കാണുന്നതൊരു ഖബറല്ലേ? അതെന്തേ നിനക്ക് ചിന്തയില്ലാതെ പോയത്? ഒരു ഖബറല്ലേ? ആ ഖബറിനെ കുറിച്ച് നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഒരു ഖബറാണല്ലോ അത്. ആ ഖബറിന്റെ ചാരത്ത് പോകുമ്പോൾ നിന്റെ മനസ്സെങ്ങനെയായിരിക്കണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമാ മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ പേടിക്കണമെന്നാ. ഖബറെന്ന് പറയുന്നത് കേട്ടാൽ തന്നെ പേടിക്കണം. ഖബർ കണ്ട കരയണമെന്നാ. ഖബർ കണ്ട കരയണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണം. ആർക്കാ പേടി? ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കുന്ന ആരാ ഉള്ളേ? ഖബർ കണ്ട കരയുന്ന ആരാ ഉള്ളേ? ഖബർ കുഴിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് കോമഡി പറഞ്ഞുകൊണ്ടാ ഓനും കുഴിക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഖബർ കുഴിക്കുന്നവൻ കരയുന്നേ? ഖബറിന്റെ അകത്ത് ഇറങ്ങുന്നവൻ, മയ്യത്ത് വെക്കുന്നവൻ, പലക നിരത്തുന്നവൻ, മണ്ണുവട്ടിയിടുന്നവൻ, സിയാറത്തിന് പോകുന്നവൻ ആരാ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിനക്കറിയില്ല ഖബറിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നവൻ കരയാത്തത്? ഖബറിന്റെ ചാരത്ത് പോകുന്നവന് കരയാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അറിയില്ല ചങ്ങാതി നിനക്ക് ഖബർ എന്താണെന്ന്. അതുകൊണ്ടാ നീ തമാശ പറയുന്നത്, അതുകൊണ്ടാ നീ കളിയും തമാശയും കാണിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദരി. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ, അവനെ കരയുകയാണ്, അവൻ നിലവിളിക്കുകയാണ്. അവന് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചാൽ, വെള്ളം മുമ്പിൽ കൊണ്ടുവച്ചാൽ, അത് കഴിക്കുന്നതിനു മുമ്പ്, അത് കുടിക്കുന്നതിനു മുമ്പ് അവന് നിലവിളിച്ച് കരയുമായിരുന്നു എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എടോ സിറാജ് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഇതുപോലെ സിറാജിന് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ട് സഹോദരാ.
ഖബറിന്റെ ചാരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് പോലെ, എനിക്ക് നാവുള്ളത് പോലെ, നിനക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് സഹോദരാ. അത് ഖബറിന്റെ ചാരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നിനക്കറിയോ എന്റെ സഹോദരാ? ഒരുപാട് പേരോട് ഖബർ സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്, ഒരു മയ്യത്ത് ഖബറടക്കാൻ പോയതാണ്. ഖബറടക്കി കഴിഞ്ഞ ജനങ്ങൾ മുഴുവനും മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്തു നിൽക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, വരുന്നില്ലേ നിങ്ങള്? ഖബറടക്കി കഴിഞ്ഞല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, എല്ലാവരോടും പോകാൻ, നിങ്ങൾ എല്ലാവരും പൊക്കോ, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ആ പള്ളിപ്പറമ്പിലെ ഒരു പഴയ ഖബറിന്റെ ചാരത്തു ചെല്ലുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് മിണ്ടാതെ ഇരുന്ന് കരയുകയാ, മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, കരയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ, എന്നോടൊന്നും ചോദിക്കാനില്ലേ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? ഒരാളോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, എങ്ങനാ? ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാ വസദഖത്തുൽ മുഖലതൈ വഅകൽതുൽ ലഹുമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെവി പൊത്തി പിടിക്കുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് പിടഞ്ഞു വീഴുകയാണ്. പറയല്ലേ, പറയല്ലേ ഖബറേ, പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. അങ്ങനെ ബോധാപടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ ഖബർ പറഞ്ഞു കൊടുക്കുകയാ, ഹല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്, ഈ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഒരു സാധാരണ ഒരു ഖബറിന്റെ ചാരത്ത് പോകുന്നവന്റെ അവസ്ഥയാ പറയുന്നത്. അവന് പേടിക്കണമടോ, അവന് കരയണമടോ, അവന് ബഹുമാനം വേണമടോ. അവൻ അവിടെ പോയി നിന്ന് ചിരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ നിന്ന് ചിരിച്ചാ നാളെ പട്ടിയുടെ കോലത്തിൽ അല്ലാഹുവിനെ കൊണ്ടുവരുമെന്നാ. നാളെ പരലോകത്ത് കടന്നു വരുന്നത് പട്ടിയുടെ കോലത്തിലാ. അതുകൊണ്ട് സഹോദരങ്ങള്, ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കരുത്, അവിടെ നിന്ന് ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. നിന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമാണ് പള്ളിപ്പറമ്പിൽ നിന്ന് പടച്ചവനെ ദുനിയാവിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ഖബറാണെങ്കിൽ ഈ കിടക്കുന്നവരാരെന്നറിയോ? അവര് നമ്മളെപ്പോലെ ലോക്കലല്ല സഹോദരാ, അവര് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരല്ല. അവരല്ലാഹുവിനെ കുറിച്ച് പഠിച്ചവരാ, അവരല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞവരാ, അവരല്ലാഹു ആദരിച്ചവരാ, അവരല്ലാഹു ബഹുമാനിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവര്, അവരല്ലാഹു ആദരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ വന്നിട്ട് ഈ മഹാന്മാരുടെ പേരിൽ ഇരിക്കുന്നത്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പടച്ചവനെ ഇവരെ കുറിച്ച് പറയാ. അല്ലാഹു എനിക്ക് അവസരം തന്നത് അവര് മഹാന്മാരായതുകൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആളും തരവും നോക്കണേ, ആളും തരവും നോക്കണേ. അവര് സാധാരണ ആൾക്കാരല്ല. അവരുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ, അവരാരാണെന്നറിഞ്ഞ നിന്റെ കയ്യും കാലും വിറയ്ക്കും. ഈ മക്കാമിന്റെ മുറ്റത്തൊന്നു വരാറ്, ഈ മക്കാമിന്റെ അകത്ത് കേറുമ്പോ നമ്മുടെ കൈകാല് വിറയ്ക്കുമടോ.
നമുക്ക് പേടിയാടോ, നമുക്ക് പേടിയാടോ. അല്ലാഹുവേ, അവരെ ബഹുമാനിക്കാ, അവരെ ആദരിക്കാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സാധാരണ പള്ളിക്കാട്ടിലെ ഖബറിൽ പോകുമ്പോ തന്നെ നിന്റെ അവസ്ഥ വല്ലാത്തതാ, സൂക്ഷിക്കണം. അവിടെ പോയി നിന്ന് തമാശ പറയരുത്, ചിരിക്കരുത്, അവിടെ നിന്നുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യം പറയരുത്. പിന്നല്ലേ മഹാന്മാർ, അള്ളാഹു ആദരിച്ചവർ. ചുമ്മാതെ വന്നിരുന്ന് കോമഡി പറയാനും ചന്തി തിരിഞ്ഞിരിക്കാനും ഉള്ള സ്ഥലമല്ല മഖാമ്. അവിടെ കിടക്കുന്നവരുടെ വലുപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ നീ ഒരുപാട് പ്രയാസപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. ഉറക്കപ്പര അള്ളാഹു പുറത്തേരുമാറാകട്ടെ. നിങ്ങൾ തന്നെ നോക്കിയേ, വന്നിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ കടത്തിണ്ണയിൽ ഇരിക്കുന്നത് പോലെ മക്കാമിൻ്റെ അകത്ത് കയറി കാലും പൊക്കി വെച്ച് ഫോണും